ഇന്ന് UDF കൺവീനറായി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ എൻ്റെ പിതാവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധം ഞാൻ ഓർത്തെടുക്കുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹവും കരുതലും ഉണ്ടായിരുന്ന ഒരു മന്ത്രിസഭയിലെ അംഗം, MLA, എല്ലാ തലത്തിലും എൻ്റെ പിതാവുമായിട്ട് ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുകയും അദ്ദേഹത്തിന് വേണ്ടി എന്താ പറയുക ഏതറ്റം വരെ പോകാൻ തയ്യാറായത് പലപ്പോഴും ശ്രീ അടൂർ പ്രകാശ് ഓർത്തെടുക്കുന്നത് ഞാൻ ഓർക്കുകയാണ്. ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ, അതേ ശൈലി, എൻ്റെ പിതാവിൻ്റെ അതേ ശൈലി പുലർത്തുന്ന, ആത്മാർത്ഥത പുലർത്തുന്ന, മറ്റുള്ളവരെ കരുതുന്ന ശൈലി പുലർത്തുന്ന ഏറ്റവും സമർത്ഥനായ നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. എന്നെ രാവിലെ വിളിച്ചു, ഇങ്ങോട്ട് തന്നെ ആദ്യം വരണം. ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം എനിക്ക് ആദ്യം സാറിൻ്റെ കല്ലറയിൽ വന്നിട്ട് വേണം ബാക്കിയുള്ള എല്ലാ പ്രവർത്തനം. അന്നി സാറെ കാണുന്നു, അതിനുശേഷം നേരെ ഇങ്ങോട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പുതുപ്പള്ളി അങ്ങേ സ്വീകരിക്കുന്നു, 2 കൈ നീട്ടി അങ്ങേ സ്വീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം വന്നു. ഞങ്ങളുടെ സ്നേഹം, കരുതലാണ് ഇവിടെ നൽകിയ സ്വീകരണം. പുതുപ്പള്ളിയുടെയും കോട്ടയത്തിൻ്റെയൊക്കെ സ്നേഹമാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും ഇന്ന് പെരുന്നാളിനോടനുബന്ധിച്ച ദിവസമാണ്. എൻ്റെ പിതാവ് ഏറ്റവും സന്തോഷിക്കുന്ന ദിവസം കൂടി ആയിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, ഏറ്റവും സ്നേഹിച്ച അദ്ദേഹം ഇന്ന് UDF കൺവീനർ ആകുമ്പോൾ എൻ്റെ പിതാവിരുന്ന അതേ പദവിയിൽ തന്നെ അദ്ദേഹം ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമായി കരുതി. 2 പ്രാവശ്യം എൻ്റെ പിതാവ് UDFൻ്റെ കൺവീനറായിരുന്നു. ഇന്ന് അതേ പൊസിഷനിൽ ശ്രീ അടൂർ പ്രകാശ് കടന്നു വരുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ഉയർന്നു വരുവാൻ ഇനിയും സാധിക്കട്ടെ. അദ്ദേഹം പോയ പാതയിലൂടെ ശ്രീ അടൂർ പ്രകാശിന് പോകാൻ സാധിക്കട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ ആ ചുമതല ഏറ്റെടുത്തിരുന്ന് എല്ലാവരും ചേർത്ത് പിടിക്കാൻ കഴിവുള്ള നേതാവാണ്. എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ കുടുംബത്തിന്റെ പേരിലും പുതുപ്പള്ളിയുടെ പേരിലും കോട്ടയത്തിന്റെ പേരിലുള്ള നന്ദി സ്വീകരണവും ഇവിടെ